Hello, good morning. Good morning. Yes, good morning. പറഞ്ഞത് കേട്ടോ എല്ലാവരും? ഈ സൗണ്ട് കുറവായിരുന്നോ? ഒരു ഗുഡ് മോർണിംഗ് ഞാൻ ഇങ്ങോട്ട് കേട്ടില്ലല്ലോ തിരിച്ച്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ടൈപ്പ് ചെയ്തത് കണ്ടു പക്ഷെ കേട്ടില്ല. ഗുഡ് മോർണിംഗ് മാം. യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒന്ന് രാവിലെ തന്നെ കുറച്ച് ആളുകളുടെ സൗണ്ട് കേൾക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവുമേ, അതുകൊണ്ടാണ് ഈ ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഓക്കെ, നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ, തീരാറായിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ഓരോ ക്ലാസ് കൂടിയൊക്കെ ഓരോ ടീച്ചേഴ്സിന് എടുക്കാനായിട്ടൊക്കെ ഉണ്ടാകുള്ളൂ. ഓൾമോസ്റ്റ് ഒരു കുറച്ച് പേരെയൊക്കെ തീർന്നു, ബാക്കിയുള്ള ടീച്ചേഴ്സ് അവരവരുടെ ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ തിങ്ക് നമ്മൾ ഈ ഒരു വീക്ക് കൊണ്ട് ഏകദേശം നിങ്ങളുടെ ക്ലാസ്സുകൾ അവസാനിക്കും, അറിയാലോ അല്ലെ. നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇൻഫോർമേഷൻസ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, എക്സാംസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ എടുത്തു തരും. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാകുക. എന്ത് പറഞ്ഞു? എക്സാം എന്നാണെന്ന് പറഞ്ഞോ രമ്യ ടീച്ചർ? അത് പറഞ്ഞു. യെസ്, എക്സാമിന്റെ ഡീറ്റെയിൽസ്, ഡേറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അറിയിക്കും. അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരും, ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പോർഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട് ഏകദേശം എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇന്നും നാളെയുമായിട്ട് ബാക്കിയുള്ളവര് എടുത്ത് തീർത്തോളും. ഇപ്പൊ ഞാനൊരു എന്താ പറയാ, നിങ്ങളിപ്പോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ കുറച്ച് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് മാർക്ക് ചെയ്യാം, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ വന്നേക്കണേ. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല, എനിക്കത് കഴിയുമ്പോൾ ക്ലാസ് ഉണ്ട്. അപ്പൊ ഒരു ഹാഫ് ആൻ അവർ നിങ്ങളത് പറഞ്ഞത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുക്കണമല്ലോ അല്ലെ, അല്ലെങ്കിൽ ആ ടീച്ചറോട് അത് പറഞ്ഞിട്ട് ഒരു മൈൻഡും ഉണ്ടായില്ല എന്ന് വിചാരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനപ്പോ അതെന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അരമണിക്കൂറാണ് ടീച്ചറിനോട് ഞാൻ കടം വാങ്ങിച്ചിരിക്കണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകാം. സോ അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അറിയാം, നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവിടെ ഒത്തിരി സ്റ്റാഫ്സ് ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റൽസിൽ നഴ്സിംഗ് എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ പ്രൊഫഷണൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. അപ്പൊ ഒരു ലാർജ് സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ അത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, നഴ്സിംഗിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക, അവിടെ അവര് നഴ്സസും മറ്റ് സ്റ്റാഫുകളും അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അത്തരം സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഡെവലപ്മെന്റ്? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. അവരുടെ സെന്റൻസ് മാത്രം നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്. എന്തിനു വേണ്ടിയിട്ട്? ടുവേർഡ്സ് ദ പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ഗ്രോത്ത്. ഇപ്പൊ ഒരു വ്യക്തി ഒരു ജോലി ചെയ്യുമ്പോൾ, അത് ഈ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു ഓർഗനൈസേഷനിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വളർച്ചയുണ്ട്. അതുകൂടാതെ നമ്മളുടെ തൊഴിൽപരമായ ഒരു വികസനമുണ്ട്, വളർച്ചയുണ്ട് അല്ലെ. ഇത് രണ്ടും എങ്ങനെയാണ്, അത് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് ആണ് അതിന്റെ ഒരു പ്രോസസ്. അതിനെയാണ് നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക. ഒരു ജോലിക്ക് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി നമ്മൾ വ്യക്തിപരമായിട്ട് എങ്ങനെ ചെയ്യുന്നു, നമ്മുടെ തൊഴിൽപരമായ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഇത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാകുള്ളൂ. കാരണം നമുക്ക് വ്യക്തിപരമായ വളർച്ച അതോടൊപ്പം തന്നെ തൊഴിൽപരമായ വളർച്ചയും നമുക്ക് ഉണ്ടാകണം. നമ്മൾ ആ ജോലി ചെയ്ത് കൂടുതൽ അതിൽ പ്രൊഫഷണൽസ് ആകണം.
ഇപ്പൊ ഒരു ടീച്ചിങ് ജോലിയിൽ ആദ്യം പ്രവേശിക്കുന്ന ഒരു ടീച്ചർ നമ്മളുടെ എന്താ പറയുക കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ ട്രെയിനിങ്ങിന് പോയി, ഒരു 6 മാസത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞു, ഇനി ഒരു സ്കൂളിലേക്ക് ആദ്യമായിട്ട് കയറുകയാണ്. അത് ആദ്യത്തെ വർഷം 2ാമത്തെ വർഷമൊക്കെ എങ്ങനെയാണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം പുള്ളിക്കാരി എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്, അതുപോലെ ആയിരിക്കില്ല ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ. ബിക്കോസ് ദേ ബിക്കം സ്പെഷ്യലൈസ്ഡ് ഓർ പ്രൊഫഷണൽസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. ആ ഒരു ഫീൽഡിൽ അവർ പ്രൊഫഷണൽസ് ആകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് നഴ്സിംഗിലും. നഴ്സിംഗും എന്ന് പറയുന്നതും ഇതൊരു എന്താ പറയാ ഒരു ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണമാണ്. അപ്പൊ അത് നമുക്ക് അത്തരം ജോലിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വളർച്ച വേണം, അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ട് വളർച്ച ഉണ്ടാകണം. അതിന്റെ ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഞാൻ എത്രത്തോളം എന്റെ ഓർഗനൈസേഷന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് ഔട്ട്പുട്ട് ആണ് കൊടുക്കുന്നത്, എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് നടത്തുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും നമ്മൾ അവരെ മോണിറ്റർ ചെയ്ത്, ഓരോ സ്റ്റാഫിനെ മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദേ ക്യാൻ ഇംപ്രൂവ് ദ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. ആ എംപ്ലോയീസിൽ നിന്ന് കൊണ്ടുവരേണ്ട ഔട്ട്പുട്ട് മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട്. അത് അതിന്റെ ഒരു ലക്ഷ്യമാണ്. പിന്നെ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്. നഴ്സ് എന്ന് പറയുന്ന വിഭാഗം, നഴ്സിംഗ് എന്ന് പറയുന്ന വിഭാഗം അവിടുത്തെ പേഷ്യൻസിന് ശരിയായ രീതിയിലുള്ള സേഫ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആക്ച്വൽ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കെയറിങ്, അതുപോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു കെയറിങ് എൻഷുർ ചെയ്യുക. ഇവർ കൊടുക്കുന്ന കെയറിങ് ഒക്കെ ശരിയാണോ, നല്ല രീതിയിലാണോ, അല്ലെങ്കിൽ നല്ല സേഫ് ആയ രീതിയിലാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് എൻഷുർ ചെയ്യുക എന്നുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെന്താണ്, എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്. ഓരോ സ്റ്റാഫുകളും അവരുടെ ജോലി, അവർക്ക് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് എന്താണോ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ടറി ആയ രീതിയിൽ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുക. ഇതും സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ. ഇതൊക്കെ എൻഷുർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഓരോ എംപ്ലോയിയും എന്താണ് ഡെവലപ്ഡ് ആകുള്ളൂ. ഓരോ രീതിയിലും അവരുടെ തൊഴിൽപരമായ രീതിയിൽ വികസനം ഉണ്ടാകുന്നു, അവർക്ക് വ്യക്തിപരമായ രീതിയിലും വികസനം ഉണ്ടാകുന്നു. അത് പ്രോപ്പറായിട്ട് വളരെ എന്താ പറയാ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ലെവലിന്റെ എബവ് ചെയ്യുമ്പോഴാണ് അത് ഒരു നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ആകുള്ളൂ ഓരോ സ്റ്റാഫും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഈ നഴ്സിംഗിനെയും അതുപോലെ തന്നെ മറ്റു രീതിയിലൊന്നും മാനേജ് ചെയ്തില്ല എങ്കിൽ തോന്നിയ പോലെ കുറെ ആൾക്കാർ വന്ന് സ്റ്റാഫുകൾ വന്ന് അവരവരുടെ ജോലി വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നു. പേഷ്യൻസിനോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല. നമുക്കറിയാം രോഗികളാണ്, രോഗികൾക്ക് നല്ല കെയറിങ് കൊടുക്കണം. അവര് ശരിക്കും നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ശാരീരികമായി തളരുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മെന്റലി തളർന്നു പോകും അല്ലെ. എന്ത് അസുഖം വന്നാലും ഇന്നത്തെ കാലത്ത് ഏത് അസുഖം വന്നാലും നമുക്ക് ഭയങ്കര പേടിയാണ്. എന്താണാവോ അങ്ങനെ വന്നേ അല്ലെ. പണ്ടൊക്കെ ഒരു പനി തലവേദന അത് ചിലപ്പോൾ കാലാവസ്ഥ മാറിയതുകൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷെ ഇന്നും നമുക്ക് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഓരോ അസുഖങ്ങളും എന്താ പറയാ ചില വലിയ അസുഖങ്ങളുടെ സിംറ്റംസ് ആയിട്ടാണ് വരുന്നത്. ഇനി അതിന് കൂടെ വലിയ പരിശോധന നടത്തി അത് ചെയ്യണം, സ്കാനിങ് ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്താ പറയാ ടോട്ടലി നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര സ്ട്രെസ്ഡ് ആകും ഈ ഹോസ്പിറ്റൽസിലേക്ക്. അത്രയും വലിയ ഒരു മെന്റൽ ഡിപ്രഷനോ അല്ലെങ്കിൽ മെന്റൽ ഡിസ്ട്രെസ് ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇത്തരം പേഷ്യൻസിനോട് അവിടെയുള്ള സ്റ്റാഫുകൾ, മെജോറിറ്റി സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേഷ്യൻസുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് നഴ്സിംഗ് വിഭാഗം തന്നെയാണ്. അപ്പൊ ഇവരുടെയും കൂടി മോശമായ രീതിയിലുള്ള പെരുമാറ്റം കൂടി ആണെങ്കിൽ അത് എന്താ പറയാ അവരെ കൂടുതൽ തളർത്തും. അപ്പൊ അത് പാടില്ല. അപ്പൊ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ ഈ പറയുന്ന സ്റ്റാഫുകളെല്ലാം എല്ലാ നഴ്സിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളും ദേ ആർ ഗിവിംഗ് പ്രോപ്പർ കെയർ ആൻഡ് ഓൾസോ സേഫ് കെയർ ടു ദ പേഷ്യൻസ്. ഇതൊക്കെ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഓറിയന്റ് ദ പേഴ്സണൽ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്. ഓരോ പ്രൊഫഷണൽസും ഓരോ ജോലിക്കാരും അവരവരുടെ ലക്ഷ്യങ്ങള്, അവരവരുടെ ജോബ് ഡ്യൂട്ടീസ്, അവരുടെ തൊഴിൽപരമായിട്ടുള്ള നയങ്ങൾ എല്ലാം ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തണം. ഇതെല്ലാം സ്റ്റാഫ് ഡെവലപ്മെന്റിന് ഏറ്റവും ഉപകരിക്കുന്ന ലക്ഷ്യങ്ങളാണ്. സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കുറച്ച് ടൈപ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ഓർത്തിരുന്നാൽ മതി. എന്താണ്? ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഇവിടെ എംപ്ലോയീസിന് ആർ പ്രൊവൈഡിങ് ട്രെയിനിങ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ എന്താ പറയാ ആവശ്യ സമയങ്ങളിലൊക്കെ ചില ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ന്യൂ എംപ്ലോയീസിനാണ്. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ
തൊഴിലാളികൾക്ക് ജോലിക്കാർക്കൊക്കെ എംപ്ലോയർ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡ്ജസ്റ്റ് ദം ടു ദെയർ ന്യൂ ജോബ് opportunities and also to familiarize with their new work environment. ഓരോ ജോലിക്കാരും നമ്മൾ വന്നു ചേർന്നിരിക്കുന്ന ആ പുതിയ ജോബ് എൻവയോൺമെന്റിലേക്ക്, ന്യൂ ജോബിലേക്ക് അവർ എത്രത്തോളം അവരെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് പുതിയ എംപ്ലോയീസ് കൊടുക്കുന്നത്. അതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് വിളിക്കുക. നമ്മളൊരു പുതിയ ടീച്ചറിനെ ഇവിടെ കൊണ്ടുവന്നു, അപ്പൊ അവർക്ക് നമ്മളുടെ ആ വർക്ക് എൻവയോൺമെന്റുമായിട്ട് ഇഴകിച്ചേരണം, അവിടെയുള്ള കോ വർക്കേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകണം അല്ലെ, അവരുടെ ജോലിക്കൊപ്പം നിന്ന് അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനൊക്കെ അവർ സെറ്റ് ആക്കുക. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ പേടിയുണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും എന്റെ ജോലി ഞാൻ നല്ല രീതിയിൽ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ, എന്നേക്കാൾ നല്ല കഴിവുള്ള ഒരാളെ എനിക്ക് ചുറ്റുമുള്ള ഇപ്പൊ ഇവിടെ ഉള്ളവര് ഓൾറെഡി സീനിയർ ആയിട്ടുള്ളവര്. അപ്പൊ അങ്ങനെയുള്ള ഉൾഭയങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റി അവരെ പുതിയ ജോബിലേക്ക്, പുതിയ വർക്കിംഗ് എൻവയോൺമെന്റിലേക്ക് എന്ത് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ട്രെയിനിങ് ആരാണത് കൊടുക്കുക? എംപ്ലോയർ ആണ് ടു ദ ന്യൂ എംപ്ലോയീസ്. അതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് വിളിക്കുക. ആ ഒരു സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന്റെ ആ ഒരു സെന്റൻസ് ആ ന്യൂ ജോബ് വരെ മാർക്ക് ചെയ്താലും മതി. അത് മാർക്ക് ചെയ്തേക്കാൻ ഞാൻ ജസ്റ്റ് വേഗം പറഞ്ഞു പോകുകയാണ്, ബിക്കോസ് അടുത്ത സമയത്ത് ടീച്ചർക്ക് വരാനുള്ളതാണ്. ഓക്കെ, അടുത്ത ജോബ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ജോബ് ഓറിയന്റേഷൻ ആണ്. ജോബ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ജോബ് ഓറിയന്റേഷൻ ആണ്. ദാറ്റ് മീൻസ് ടു മേക്ക് അവെയർ ഓഫ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്. ഇത്തരം ഇങ്ങനെ കൊണ്ടുവരുന്ന ഓരോ എംപ്ലോയീസിനെയും ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ബോധവാന്മാരാക്കുക. എന്തിനെ കുറിച്ചിട്ട്? അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, റിലേഷൻഷിപ്സ് ഇൻ ദ ന്യൂ വർക്ക് സിറ്റുവേഷൻസ്. അതാണ് എന്തെന്ന് വിളിക്കുക? ജോബ് ഓറിയന്റേഷൻ. നേരത്തെ നമ്മൾ ട്രെയിനിങ് കൊടുത്തു, ആ വർക്ക് എൻവയോൺമെന്റുമായിട്ട് പുതിയ ആൾക്കാരെ, പുതിയ ജോലിക്കാരെ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാം, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുത്തത്. ഇവിടെ ഓരോ ജോലിയിലും അവരുടെ ഉത്തരവാദിത്തം എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, അവരുടെ റിലേഷൻഷിപ്പ് വിത്ത് അതർ വർക്കേഴ്സ്, മറ്റ് ജോലിക്കാരുമായിട്ട് അവർക്ക് സിറ്റുവേഷൻസിൽ മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ബോധ്യപ്പെടുത്തുക. അതാണ് രണ്ടാമത്തേത് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? ഹലോ ഹലോ, പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? യെസ്, ഓക്കെ. Then അടുത്ത ജോബ് എന്താ പറയാ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന ന്യൂ എംപ്ലോയീസിന് എംപ്ലോയർ കൊടുക്കുന്ന ട്രെയിനിങ് ടു വർക്ക് ടു അഡ്ജസ്റ്റ് വിത്ത് ദ ന്യൂ വർക്കിംഗ് സിറ്റുവേഷൻസ്. പുതിയ വർക്കിംഗ് സിറ്റുവേഷൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നു. അതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് ജോബ് ഓറിയന്റേഷൻ ആണ്. അവിടെ ജോബ് ഓറിയന്റേഷൻസിൽ ഇവിടെ ന്യൂ എംപ്ലോയീസിന്, അതായത് ഇവിടെ സ്റ്റാഫുകൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, മറ്റ് റിലേഷൻഷിപ്സ് വിത്ത് കോവർക്കേഴ്സ്, മറ്റു ജോലിക്കാരുമായിട്ടൊക്കെ എങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വെക്കണം എന്നതിനെ കുറിച്ചിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആ ഒരു പ്രോസസ്സിംഗ് ആണ് എന്തെന്ന് വിളിക്കുക? ജോബ് ഓറിയന്റേഷൻ. ആ സെന്റൻസും ഒന്ന് മാർക്ക് ചെയ്യാം. ന്യൂ വർക്ക് സിറ്റുവേഷൻ അവിടെ വരെ മതി. ഇനി ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണ്. ഇത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യേണ്ട ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആണ്. കുറച്ച് എന്താ പറയാ അറിവ്, എന്താ പറയാ അവർ ചെയ്യാൻ പോകുന്ന ജോലി എന്താണോ ആ ജോബ് സെറ്റിങ്ങുമായിട്ടുള്ള ചില അറിവുകൾ പകർന്നു കൊടുക്കുന്നതാണ് ഇവർക്ക്. അതായത് ഇന്ന ജോലിയാണ്, ഇപ്പൊ നീ ചെയ്യേണ്ട ജോലി ഇന്നതാണ്, അപ്പൊ അതിന് ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. അത് ഒരു എന്താ പറയാ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പോലെയാണ്. ഓക്കെ, മറ്റേത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. വർക്കിംഗ് സിറ്റുവേഷനോട് നമുക്ക് യോജിച്ചു പോകാൻ വേണ്ടി പരിശീലനമാണ് ആദ്യത്തേല് പറഞ്ഞത് കേട്ടോ, ഇൻഡക്ഷൻ ട്രെയിനിങ്ങില്. ഇവിടെ അങ്ങനെയല്ല, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇവിടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്ലാൻ ചെയ്ത് അവർക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് പുതിയ പുതിയ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് അവരുടെ ജോബ് സെറ്റിംഗ്സിനെ കുറിച്ചിട്ട്, അവരുടെ സർവീസസ്, അവർ എന്താണ് ചെയ്യേണ്ടത്, ആൻഡ് ഹൗ ടു ഡിസ്ചാർജ് ദർ ഡ്യൂട്ടീസ്, അവരുടെ ജോലികൾ എന്തൊക്കെയാണ്, അത് എഫക്റ്റീവ് ആയിട്ട് വളരെ നല്ല ഒരു രീതിയിൽ ഒരു ജോലിക്കാരൻ എന്ന രീതിയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഹൗ ദേ ക്യാൻ ഡിസ്ചാർജ് ദർ ഡ്യൂട്ടീസ് എന്നതിനെ കുറിച്ച് വിദ്യാഭ്യാസപരമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, കണക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അവർക്ക് ചെയ്യേണ്ട ജോലിയെ കുറിച്ച് ഒരു എന്താ പറയാ ഒരു നോളജ്, അതിനെ കുറിച്ച് ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നാലാമത്തെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ്. നമുക്കറിയാം, ഒരു നഴ്സ് ഒരു ഹോസ്പിറ്റലില് പുതിയതായിട്ട് ജോലിക്ക് കയറി അല്ലെ, ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ്. അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ, അവിടെ അവർ ബേസിക് ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടാണ് നഴ്സായിട്ട് കയറിയിരുന്നത് അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു നഴ്സിംഗിന്റെ ഒരു കോഴ്സ് പഠിച്ചിട്ടായിരിക്കും, BSc പഠിച്ചവരുണ്ടായിരിക്കും, വളരെ ഷോർട്ട് പീരീഡിലുള്ള നഴ്സിംഗ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവരുണ്ടായിരിക്കും അല്ലെ. അങ്ങനെയല്ലേ? അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ?
അപ്പൊ അങ്ങനെയുള്ള പല പല ബേസിക് ക്വാളിഫിക്കേഷൻസ് നഴ്സിംഗില് എന്താ പറയാ കിട്ടിയവരാണ് ഹോസ്പിറ്റൽസിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ്. അവിടെ അവർ പഠിച്ചത് മുഴുവനും വന്ന് ഇവിടെ വന്നിട്ട് പ്രവർത്തികമാക്കുകയല്ല. ഡേ ബൈ ഡേ they have to continue their education. അവരുടെ ആ വിദ്യാഭ്യാസം അവർ പഠിച്ചത് അതിന്റെ ഉൾപ്പെടെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾക്ക് വിധേയമായി they are going on carrying on their education. അവിടെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് കാണുന്ന സുഖമല്ല നാളെ കാണുന്നത്. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, അതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ബേസിക് എഡ്യൂക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും they are learning all the activities which happens day by day. ഓരോ ദിനം പ്രതി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണോ ഉണ്ടാകുന്നത് അതനുസരിച്ച് അവർ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻ അഡീഷൻ ടു ദ ബേസിക് എഡ്യൂക്കേഷൻ എന്നാ പറഞ്ഞേക്കണേ. ഓരോ എന്താ പറയാ നമ്മൾ ബേസിക് ആയിട്ട് നേടിയ എഡ്യൂക്കേഷന് പുറമെയാണ് ഈ പറയുന്ന ഓൺ ഗോയിങ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കിട്ടുന്നത്. അപ്പൊ 4 ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പേരുകൾ ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ആ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെയും ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വരെ. ഓക്കെ, യെസ്. ഇനി എന്താണ് അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ? നേരത്തെ പറഞ്ഞത് ലക്ഷ്യങ്ങളായിരുന്നു, ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. എന്താണ് ഇതിന്റെ നേട്ടങ്ങൾ? ടു ജനറേറ്റ് പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. ഈ നഴ്സിംഗിലെ വിഭാഗത്തിലെ നഴ്സസിനെ ഒക്കെ നമ്മളിങ്ങനെ മാനേജ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? ആ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ ഒരു നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാക്കുക. എങ്ങനെയുള്ള ക്ലൈമറ്റ്? അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റിന്റെ വ്യത്യാസമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള വർക്കേഴ്സ് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പേഷ്യന്റ് നേഴ്സ് ഡീലിംഗ്സിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്താ പറയാ കമ്മ്യൂണിക്കേഷൻസിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒന്നും മറയൊന്നുമില്ല. എല്ലാവരും എന്ത് വേണോ ഓപ്പൺ ആയിട്ട് ഡോക്ടേഴ്സിനോട് നഴ്സസിനോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പേഷ്യൻസിനും എന്ത് വേണമെങ്കിലും അവരെ കെയർ ചെയ്യുന്ന നഴ്സസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ ചില നഴ്സസിനെ കണ്ടിരുമ്പോൾ പേടി, അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങളൊന്നും പറയില്ല, ഉള്ളിൽ ഒതുക്കുക, അല്ലെ? ഇതെല്ലാം ഓപ്പൺ ആക്കി പറഞ്ഞാൽ മാത്രം. അപ്പൊ ഏത് കമ്മ്യൂണിക്കേഷൻ ചാനലായിരിക്കും ഇറ്റ് ഷുഡ് ബി ഓപ്പൺ. അത് ആ രീതിയിലായിരിക്കണം, അല്ലെ? ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. ആരോട്? ഡോക്ടേഴ്സിനോടും വൈദികരോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ അപ്പൊ ഇവിടെ എന്ത് കാര്യവും നമുക്ക് ഓപ്പൺ ആക്കി പറയാൻ പറ്റുന്ന ഒരു ഓപ്പൺ ചാനൽ ആയിരിക്കണം നമ്മൾ ഹോസ്പിറ്റൽസിൽ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്. അതിന് ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് വളരെ അത്യാവശ്യമാണ്. പിന്നെ പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജസ് ടു വർക്കേഴ്സ്. ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാരിലേക്ക് അത് കൃത്യമായിട്ട് എത്തിക്കുക. അപ്പൊ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടെങ്കിൽ അത് എത്തുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് അത് അവരിലേക്ക് എത്തും. അപ്പോൾ അവിടെ ഇല്ലാതെ ഇവിടെ ഇല്ലാതെയൊക്കെ വെല്ലുവിളിക്കൊക്കെ ചെന്ന് പറഞ്ഞിട്ട് അവരിലേക്ക് എത്താതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുതെന്നാ പറയണേ. ആൻഡ് ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ് ത്രൂ. ഇനി മാത്രമല്ല സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? കൂടെ ജോലി ചെയ്യുന്നവരുടെ വയസ്സ്, അതായത് വിസ്ഡം, നോളജ്, അവരുടെ അറിവ് നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര കഴിവുള്ള ആളാണോ? കാരണം സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ്സ്. ഓരോ നഴ്സുമാരുടെയും കഴിവ്, മികവ് ഒക്കെ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിലൂടെ കൂടെ വർക്ക് ചെയ്യുന്നവര് എത്രത്തോളം എന്നേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുന്ന, അവർക്ക് ഇത്രയും അറിവുണ്ടല്ലോ, അല്ലെ? അത് കൂടെ വർക്ക് ചെയ്താലേ മനസ്സിലാകുള്ളൂ. അത് മാത്രമല്ല, കൂടെ വർക്ക് ചെയ്യുക മാത്രമല്ല, അവരെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും, ഓരോരുത്തരുടെ കഴിവും. അപ്പൊ അതിനും എന്താ പറയാ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ആ 4 പോയിന്റും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നഴ്സിംഗിന്റെ ഹൈറാർക്കിയാണ്. ഈ ഹൈറാർക്കിയുടെ ആ ഒരു ഇതില്ലേ എന്ന് വെച്ചാൽ അധികാര ശ്രേണി, ആ ശ്രേണി കൃത്യമായിട്ട് ആ ഒരു പക്കയായിട്ട് നിങ്ങൾ ആ ഒരു ഫ്ലോ അങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാറിപ്പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് അങ്ങനെ പഠിച്ചു നോക്കാം നിങ്ങൾ. എന്താണ് ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര ശ്രേണി. ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലായിട്ടുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് വരെ ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണ്, ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ജോലികൾ എന്താണ് എന്നാണ് ആ ഒരു ഹൈറാർക്കി ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോപ്പ് ലെവലിലാണ് നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഏറ്റവും മുകളില് നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. അപ്പൊ നഴ്സിംഗ് ഡയറക്ടർ എന്താണ് ചെയ്യാനായിരിക്കും?
ഓൺലി ഡയറക്ഷൻസ്. പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി മര്യാദയ്ക്ക് പ്രവർത്തിക്കേണ്ട, അവര് ഡിറക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നഴ്സിംഗ് മേഖലയിലും ഉള്ള ആളുകളെ ഡിറക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെയൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് നഴ്സിംഗ് ഡയറക്ടർ ചെയ്യുക. ഇനി അടുത്തത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ട്. നമ്മൾ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത് മലയാളത്തിൽ അല്ലെ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. അതിന്റെ താഴെയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നത്. അതിന്റെ താഴെയാണ് നഴ്സിംഗ് ഇൻചാർജ് വരിക, then staff nurse and the last nursing assistant. ഇങ്ങനെ ഹൈറാർക്കിയുടെ ലെവല് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ I think it will be easy to study this duties and responsibilities. ഇതൊന്നും അങ്ങനെ ചിലപ്പോൾ പറ്റുമായിരിക്കും. ആരാണ് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്? Who provides directions to the nursing staff. Nursing staff നമുക്കറിയാം നഴ്സിംഗ് വിഭാഗം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു വിഭാഗം ഒരു ഹോസ്പിറ്റൽസിലെ. അപ്പൊ നഴ്സിംഗ് വിഭാഗത്തെ ഡിറക്ട് ചെയ്യുക മാത്രമല്ല അവരുടെ വർക്കുകളെ, അവരുടെ ജോലികളെ, അവര് ഹെൽത്ത് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ കോർഡിനേറ്റ് ചെയ്യുക. അത് കോർഡിനേഷനും ഡിറക്ഷൻസും മാത്രം ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ എന്താ പറയാ, ഒരു വീട്ടിൽ ഇരുന്നിട്ട് ഒരു കുടുംബനാഥൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നിർദ്ദേശിക്കും, ഇതൊക്കെ ചെയ്യുള്ളൂ അല്ലെ. അത് ആക്ട് ചെയ്യേണ്ടത് അതിന്റെ തൊട്ടടുത്ത ആളായിട്ടുള്ള അല്ലെ കുടുംബനാഥ എന്ന് പറയുന്ന എന്റെ ഭാര്യയൊക്കെ ആയിരിക്കും. നമ്മളവിടെ കൂടുതൽ ആക്ട് ചെയ്യുക. അവര് കുറെ നിർദ്ദേശങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ആ രീതിയിൽ ചെയ്യണോട്ടോ എന്നൊക്കെ കുറെ നിർദ്ദേശിക്കുക ചെയ്യാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത് ആ അധികാര ശ്രേണിയുടെ താഴേക്ക് വരുമ്പോൾ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കുറെ ജോലി, ഫിസിക്കൽ ആയിട്ടുള്ള ജോലികൾ താഴേക്ക് വരുമ്പോഴേ ഉള്ളൂ. മുകളിൽ നിന്ന് കുറെ നിർദ്ദേശങ്ങളും ചില എന്താ പറയാ ഡിറക്ഷൻസും ഒക്കെയാണ് കൊടുക്കുക. അപ്പൊ നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫിന്റെ ജോലി ഡിറക്ട് ചെയ്യുക ആൻഡ് ഓൾസോ കോർഡിനേറ്റ് ദെയർ ഹെൽത്ത് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് സർവീസിനെ കോർഡിനേറ്റ് ചെയ്യുക. മാത്രമല്ല ഓൾ നഴ്സിംഗ് സ്റ്റാഫിനെ അവർ ജോലിയൊക്കെ മര്യാദ ചെയ്യുന്നത് അവരെ സൂപ്പർവൈസ് ചെയ്യുക. ആൻഡ് മാത്രമല്ല പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയറിങ് ഇവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചെയ്യുക. മാത്രമല്ല ബുക്ക് കീപ്പിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഈ ബുക്കുകളൊക്കെ ഈ എന്താ പറയാ ചില ബുക്കുകളൊക്കെ ഉണ്ടാവും നഴ്സിംഗ് വിഭാഗത്തിന് എന്താ പറയുക കീപ്പ് ചെയ്യേണ്ട ചില റെക്കോർഡ്സ് ഉണ്ടാവും. അത്തരം റെക്കോർഡുകൾ ബുക്കുകളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കീപ്പ് ചെയ്യുക. ഇനി ഭാവിയിലേക്ക് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇനി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വല്ല നഴ്സിന്റെ ഒക്കെ അവധി ഉണ്ടോ, സോറി വേക്കൻസി ഉണ്ടോ, അവിടെയൊക്കെ ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടോ, നഴ്സസിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പോരായ്മകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ളത്, അതൊക്കെ നേരത്തെ കൂടി മനസ്സിലാക്കി ഭാവിയിലേക്ക് വേണ്ട പ്ലാനിങ്ങുകളൊക്കെ നടത്തുക. അതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഡിറക്ഷൻസ്, സൂപ്പർവൈസിംഗ് ഓഫ് ഓൾ സ്റ്റാഫ്, പിന്നെ എന്താ പറയാ ബുക്ക് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ്, ഓൾ ദീസ് തിങ്സ് ആർ ഡൺ ബൈ നഴ്സിംഗ് ഡയറക്ടർ. നഴ്സിംഗ് ഡയറക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ. ഇനി ആൾക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. 10 years എക്സ്പീരിയൻസ് ഇൻ ഡീംഡ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രമേ ഒക്കെ നഴ്സിംഗ് ഡയറക്ടർ ആവുള്ളൂ. അല്ലെങ്കിൽ ഡീംഡ് ഫേംസ് എന്ന് പറഞ്ഞാൽ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ, ഹെൽത്ത് കെയർ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അങ്ങനെ. മാത്രമല്ല ഒരു ബാച്ചിലർ ഡിഗ്രി ഓഫ് നഴ്സിംഗും ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ. നഴ്സിംഗ് ഡയറക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതനുസരിച്ച് നമ്മൾ പഠിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും കാണുക, അതുപോലെ തന്നെ അവരെ വിലയിരുത്തുക, അവർ ചെയ്യുന്ന ജോലികളൊക്കെ കൃത്യമാണോ നോക്കുക. പിന്നെ സ്റ്റാഫിംഗ് പ്രൊസീജിയർ നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റാഫിംഗ് പ്രോസസ് എന്താണെന്ന്, അത് ഗൈഡ് ചെയ്യുക, അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. ഓരോ ജോലി സ്റ്റാഫിനും എവിടെയൊക്കെ ജോലി കൊടുക്കണം, ഏതെങ്കിലും റൈറ്റ് പേഴ്സണിന് റൈറ്റ് സ്ഥലത്ത് ജോലി കൊടുക്കുക. അതാണ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഇവരൊക്കെ ഓരോരുത്തരെയും കൊടുക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട ഗൈഡൻസ് നഴ്സിംഗ് ഡയറക്ടറിനെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ മാത്രമല്ല നഴ്സിംഗിന്റെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എന്താ പറയാ ഗോള് നേരത്തെ കൂടി സെറ്റ് ചെയ്യാം. ബഡ്ജറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, നമ്മൾ പ്ലാൻ ചെയ്യാന്ന്, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനുണ്ട് എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കൂടി പ്ലാൻ ചെയ്യുക. അറേഞ്ച് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ, അതായത് ഓരോ നഴ്സിംഗിനും അതുപോലെ തന്നെ കോർഡിനേഷൻ ഓഫ് അഡ്മിഷൻ, പേഷ്യൻസിന് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് അതിലൊക്കെ കുറെ ഒരു കൈ വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കാണുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ മാത്രമല്ല ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് ഓൾസോ നഴ്സസിലോ അല്ലെങ്കിൽ നഴ്സുമാരുടെ ഇടയിലോ ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലോ പേഷ്യൻസുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്ത് അതൊക്കെ ചെയ്യേണ്ടത് നഴ്സിംഗ് ഡയറക്ടർ തന്നെയാണ്. ആൻഡ് ഇഫ് എനിത്തിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ ടോപ്പ് മാനേജ്മെന്റ്, മുകളിലുള്ള മാനേജ്മെന്റിലേക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അറിയിച്ചു കൊടുക്കുക എന്നതാണ്. ഇത് നഴ്സിംഗ് ഡയറക്ടറുടെ കാര്യം. നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ വരുന്ന ആളാണ്
നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കമാൻഡ് എന്ന് പറയാം. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ സെക്കൻഡ് കമാൻഡ് ആണ്. അതായത് നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞാലുള്ള അടുത്ത അധികാരം ആർക്കാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ദാറ്റ് മീൻസ് നഴ്സിംഗ് ഡയറക്ടറിന്റെ ആബ്സെൻസിൽ ആ നഴ്സിംഗ് ഡയറക്ടർ ഇല്ല എങ്കിൽ ആൾക്ക് വേണ്ടി ആളുടെ കാര്യങ്ങളും കൂടി ചെയ്യേണ്ടി വരും. നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ചിലപ്പോഴെങ്ങാനും നഴ്സിംഗ് ഡയറക്ടർ ഇല്ല അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ലീവിലാണെങ്കിൽ ആ പൊസിഷനിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നഴ്സിംഗ് ഡയറക്ടർ ചെയ്യേണ്ടത്, ആ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ആര് ക്യാരി ഓൺ ചെയ്യേണ്ടി വരും? നഴ്സിംഗ് സൂപ്രണ്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കമാൻഡ് എന്ന് ആരെ വിളിക്കുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടിനെ വിളിക്കുന്നത്. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ചെയ്തതെല്ലാം തന്നെ ഈ നഴ്സിംഗ് സൂപ്രണ്ടും ചെയ്യാനായിട്ട് അധികാരമുണ്ട്. മാത്രമല്ല നഴ്സിംഗ് എന്താ പറയാ നഴ്സിംഗിന്റെ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് പോയിട്ട് അന്വേഷിക്കുകയും മോണിറ്റർ ചെയ്യുകയും എല്ലാം വേണം. അതുകൊണ്ട് തന്നെ ആളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ പറയുന്നുണ്ട്. വി ഹാവ് ടു ഹെൽപ്പ് ദ നഴ്സിംഗ് ഡയറക്ടർ. നഴ്സിംഗ് ഡയറക്ടറുടെ ജോലിയിൽ ആളെ സഹായിക്കുക. പിന്നെ മാസ്റ്റർ റൊട്ടേഷൻസും നഴ്സുമാരുടെ മാസ്റ്റർ റൊട്ടേഷൻസ് തയ്യാറാക്കുക. എന്താ മാസ്റ്റർ റൊട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. മാസ്റ്റർ റൊട്ടേഷൻ തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അത് കേട്ടിട്ടുണ്ടോ? മാസ്റ്റർ റൊട്ടേഷൻസ് അതായത് ഈ പറയുന്ന കുട്ടികളും, അതായത് നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കില്ലേ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ തേർഡ് ഇയറിലൊക്കെ ഫുള്ള് പ്രാക്ടിക്കൽസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ അലോട്ട് ചെയ്യുക അല്ലെ, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഒരു മാസം ഒരു കുട്ടി ഇവിടെയാണെങ്കിൽ അടുത്ത ആള് മറ്റേ വേറെ ഒരു ഇതില് അങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. കാരണം ഈ നഴ്സസ് എവിടെയൊക്കെ ജോലി ചെയ്യേണ്ടിയോ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഈ കുട്ടികളും പഠിക്കണ്ടേ. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ മാത്രം പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ പഠിച്ചാൽ പോരല്ലോ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക. അതാണ് റൊട്ടേഷൻസ് എന്ന് വിളിക്കുക. അപ്പൊ അത് തയ്യാറാക്കുക. അത് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടാ ചെയ്യാട്ടോ. ഇനി അതുപോലെ തന്നെ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. തൊട്ട് താഴെയുള്ള എന്താ പറയാ നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കുന്ന ഡ്യൂട്ടി റോസ്റ്റർ ഉണ്ട്. ഇതുപോലെ തന്നെ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത് നഴ്സസ് ഓരോരുത്തരും എന്താ പറയാ ഒരു റൗണ്ട് ദ ക്ലോക്ക് അവരെവിടെയാണ് ജോലി ചെയ്യുന്നത്, ഷിഫ്റ്റ് അനുസരിച്ച് എവിടെയൊക്കെ ജോലി ചെയ്യുന്നത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നത്. ഒരു മാസത്തേക്ക് അങ്ങനെ തയ്യാറാക്കി വെക്കും. ഓരോ നഴ്സുമാരുടെ പേര് വെച്ചിട്ട് ഇന്ന നഴ്സ് ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ്, ഇന്ന ഫ്ലോറിലാണ്. അപ്പൊ അതവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്ലാനിങ് നേരത്തെ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, അതങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് വിളിക്കുക. ഓരോ നഴ്സസിനെയും ഡ്യൂട്ടിയെ കാണിക്കുന്ന ഒരു രജിസ്റ്റർ. ദാറ്റ്സ് ഓൾ. അതാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഡ്യൂട്ടി റോസ്റ്റർ എന്താണെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. ഡ്യൂട്ടി റോസ്റ്റർ, മാസ്റ്റർ റൊട്ടേഷൻ നേരത്തെ പറഞ്ഞു. രണ്ടും രണ്ടാണ് കേട്ടോ. ക്ലിയർ ആയ? ഡ്യൂട്ടി റോസ്റ്ററും മാസ്റ്റർ റൊട്ടേഷനും. മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ, അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുമല്ലോ. അവർക്ക് എന്താ പറയാ ഇങ്ങനെ മാറി ഓരോ സ്ഥലത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു മന്ത്ലി പ്ലാൻ പോലെ. അത് തന്നെ നഴ്സുമാർക്കുണ്ട്. ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസിനും അവരവരുടെ ഡ്യൂട്ടീസ് എവിടെയൊക്കെയാണ് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീനിൽ മനുഷ്യന്മാരാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആ മാറ്റങ്ങൾ അന്നേരം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒരു റോസ്റ്റർ നേരത്തെ കൂടി തയ്യാറാക്കി വയ്ക്കും. സോ ദാറ്റ് ദ നഴ്സസ് ഹാവ് ടു ഡു ദർ ഡ്യൂട്ടീസ് അക്കോർഡിംഗ് ടു ദാറ്റ് ഡ്യൂട്ടി റോസ്റ്റർ. ഡ്യൂട്ടി റോസ്റ്റർ പ്രകാരമുള്ള ജോലി ആയിരിക്കണം ഓരോ നഴ്സസും കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് തയ്യാറാക്കുന്നത് നമ്മുടെ ഇൻചാർജ് ആണ്. ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നത് അത് ചെക്ക് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന നഴ്സസ് ഒക്കെ കൃത്യമായിട്ട് ആ ജോലികളിലേക്ക് ഈ പറഞ്ഞേക്കണ ഡ്യൂട്ടി റോസ്റ്റർ പ്രകാരം തന്നെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അത് ചെയ്തേക്കുന്നത് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഡ്യൂട്ടി റോസ്റ്റർ ശരിയായ രീതിയിൽ തന്നെയാണോ, ആവർത്തിച്ച് ഒരാൾക്ക് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാത്തുള്ളൂ. പിന്നെ റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. രാത്രിയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ സൂപ്പർവിഷൻ ഒക്കെ എങ്ങനെയാണ്, അവര് അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കും രാത്രിയുള്ളത്. അപ്പൊ രാത്രി അത് എഴുതി വെച്ചത് തിരിച്ചു വരുമ്പോ പിറ്റേ ദിവസം അത് അവരിൽ നിന്ന് അതിന്റെ റിപ്പോർട്ട് സ്വീകരിക്കുക, അത് വെരിഫൈ ചെയ്യുക. അതും നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടാണ് ചെയ്യേണ്ടത്. നഴ്സിംഗ് സൂപ്രണ്ടിന്റെ കുറച്ച് ജോലിയൊന്നും അല്ല കേട്ടോ. സെക്കൻഡ് കമാൻഡ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഡ്യൂട്ടീസ് കൂടുതലാണ്. പിന്നെ സ്റ്റാഫ് മീറ്റിംഗ്സ് വെക്കുക. ഓരോ സ്റ്റാഫുകൾക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിരിക്കാം. റെഗുലർ ആയിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക.
റെക്കോർഡുകൾ, സ്റ്റാഫിന്റെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. കാരണം അവിടെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അവരുടെ സെപ്പറേറ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള കണക്കുകൾ, അവരുടെ കണക്കുകൾ എത്ര നഴ്സസ് ഉണ്ട്, അവരവരുടെ ഡ്യൂട്ടീസ് എത്ര ഒരു മന്തിൽ എത്ര വരെയൊക്കെ ചെയ്തു, അങ്ങനത്തെ ഉള്ള കണക്കുകൾ, കുട്ടികളാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ, മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ നീറ്റ്നെസ് ഓഫ് ദ വാർഡ് അത് ചെക്ക് ചെയ്യേണ്ടതും നമ്മുടെ നീറ്റ്നെസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടതൊക്കെ റെസ്പോൺസിബിലിറ്റി നഴ്സിംഗ് ഇൻചാർജിനാണ്. പക്ഷെ അത് ശരിയായി നടക്കുന്നുണ്ടോ എന്നുകൂടി വാർഡുകളിലൊക്കെ കൃത്യമായിട്ട് നീറ്റ്നെസ് ഉണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ടത് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ആൻഡ് അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ്, അതായത് നഴ്സിംഗ് കെയറിൽ വാർഡിലുള്ള നഴ്സിംഗ് കെയറുകളൊക്കെ എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിന്റെ പോളിസീസ് പ്രകാരം തന്നെയാണോ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അന്യായമായത് ന്യായമല്ലാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസിക്ക് എതിരായ വല്ലതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ജോലിയാണ്. അപ്പോ അടുത്തത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. സൂപ്പർവൈസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൂപ്പർവിഷൻ ആണ്. നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നും ആളെ വിളിക്കാം. നഴ്സിംഗ് സൂപ്പർവൈസറിനെ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നും വിളിക്കാം. ബിക്കോസ് ദേ ആർ ഹാവിംഗ് ദ ലീഡർഷിപ്പ്. ഇവര് ഒരു ലീഡർഷിപ്പ് ആണ്, സൂപ്പർവൈസർ ആണല്ലോ. അപ്പൊ നഴ്സിംഗ് വിഭാഗത്തെ സൂപ്പർവൈസ് ചെയ്യുന്നതായതുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി ആർക്കുണ്ട്? നഴ്സിംഗ് എക്സിക്യൂട്ടീവിനുണ്ട്. മാത്രമല്ല നഴ്സിംഗ് എക്സിക്യൂട്ടീവ് അറൌണ്ട് ദ ക്ലോക്ക് ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമാകേണ്ട ആളാണ്. അവൈലബിൾ അറൌണ്ട് ദ ക്ലോക്ക്. സൂപ്പർവൈസർക്ക് അപ്പൊ അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ അപ്പൊ ഇപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാ സമയവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ദേ ഷുഡ് ബി റെഡി ടു അറ്റൻഡ് എനി പേഷ്യന്റ് ഇഫ് ദേ ഹാവ് എനി കോംപ്ലിക്കേഷൻസ്. ഇപ്പൊ നഴ്സുമാര് എന്താ പറയാ ഇല്ലെങ്കിലും നമ്മളുടെ പേഷ്യൻസിനെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഓൺ കോളിൽ ഇവര് റെഡി ആയിരിക്കണം. കാരണം ഇവര് അറൌണ്ട് ദ ക്ലോക്ക് അല്ലേ വർക്ക് ചെയ്യുന്നേ. ഒരു ദിവസം 24 hours വർക്ക് ചെയ്യുന്നതുകൊണ്ട് അയ്യോ നഴ്സിംഗ് സൂപ്പർവൈസർ വന്നിട്ടില്ല എന്നൊന്നും പറയാൻ പാടില്ല. ബിക്കോസ് അവർ എപ്പോൾ വേണമെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ എന്താണ് സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അവര് ആ വെളിപ്പുറത്തുണ്ടാകണം എന്നാണ് പറഞ്ഞത്. ഓൺ കോൾ കപ്പാസിറ്റി പറഞ്ഞ മനസ്സിലായല്ലോ. നഴ്സിംഗ് സൂപ്പർവൈസർ അത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ട് പങ്കെടുക്കേണ്ട ആളാണ്. ഇനി ആളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, സ്കെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. തനിക്ക് താഴെയുള്ള ഓരോ എംപ്ലോയീസിനെയും ഓരോ സ്റ്റാഫുകളെയൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക, അവരെയൊക്കെ അറേഞ്ച് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ ഓരോ ജോലിയിൽ അസൈൻ ചെയ്യുക, അവരുടെ ജോലികളൊക്കെ സ്കെഡ്യൂൾ ചെയ്യുക, അവർക്ക് കോച്ചിങ് വേണമെങ്കിൽ കൊടുക്കുക, കൗൺസിലിംഗ് വേണമെങ്കിൽ കൊടുക്കുക, ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ എല്ലാം ഈ സൂപ്പർവൈസർ നോക്കണം. മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണക്റ്റിംഗ് ഇൻഫോർമേഷൻ to strategic plans and procedures. ഹോസ്പിറ്റൽസിന്റെ പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്, ഇത് ഇന്ന രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, ഈ ഹോസ്പിറ്റൽസിന്റെ പോളിസിക്ക് നിരക്കുന്ന രീതിയിൽ ഇന്ന പ്ലാനുകളൊക്കെ ഉണ്ടാവും. ആ പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ നീഡ്സ് ഒക്കെ എന്ത് ചെയ്യുക? മീറ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് സൂപ്പർവൈസറുടെ ജോലിയാണ്. നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓൾസോ റൈറ്റ് നോംസ് പോളിസീസ്, അതുപോലെ തന്നെ നഴ്സിംഗിന്റെ ചില നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അവിടുത്തെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അതൊക്കെ എഴുതി തയ്യാറാക്കി വെക്കുക. ഇന്ന സമയത്ത് വരണം, ഇത്ര സമയത്താണ് ഡേ ഡ്യൂട്ടിക്ക് കയറണ്ടേ, ഇത്ര സമയത്തെ അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, ഇത്ര സമയത്താണ് അതിന്റെ നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങണേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടത് സൂപ്പർവൈസർ തന്നെയാണ്. പേഷ്യന്റ് സർവീസിന്റെ നീഡ്സ് മനസ്സിലാക്കി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് പേഷ്യൻസ് തമ്മിൽ കീപ്പ് ചെയ്യണം. അതായത് ഇപ്പൊ ചിലപ്പോ ചില പേഷ്യൻസിനെ പേഴ്സണലായിട്ട് ചെന്ന് കണ്ട് അവർ തമ്മിലൊരു ബന്ധം അല്ലെ, ഒരു നല്ല രീതിയിലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുക പേഷ്യന്റ് സർവീസ് അനുസരിച്ച് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇനി പ്രൊവൈഡ് ഇൻഫോർമേഷൻസ് ടു ദ പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസോ ഹെൽത്ത് കെയർ ടീമിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അവരിലേക്ക് എത്തിക്കാനായിട്ട് സൂപ്പർവൈസർ ശ്രദ്ധിക്കണം. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്, അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ സർവീസിന്റെ എല്ലാ ഡോക്യുമെന്റുകളും മെയിൻറ്റെയിൻ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, പേപ്പർ വർക്കുകളോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. പിന്നീട് അതൊക്കെ ചിലപ്പോൾ ആവശ്യം വരും, അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് സൂക്ഷിക്കാം. പിന്നെ ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ്, അതായത് ഹോസ്പിറ്റൽസിന്റെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റുകൾ, എമർജൻസി എക്യുപ്മെന്റുകളൊക്കെ എത്രത്തോളം ലഭ്യമാണ് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്യാം. അതായത് ഇപ്പൊ പേഷ്യൻസിന് വേണ്ടി വരുന്ന ചില എക്യുപ്മെന്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം ഉണ്ട്, എല്ലാം ഇവിടെ സഫീഷ്യന്റ് ആയിട്ടുണ്ട്, ഒന്നിനും ഒരു കുറവില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കണം, കൺഫേം ചെയ്യണം.
അല്ലെ? അല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു, അപ്പൊ അത് ഇവിടെ ഇല്ല എന്നുള്ള ഒരു കാര്യം വരാൻ പാടില്ല. അപ്പൊ അതിന്റെ ചോദ്യം ആരിലേക്ക് പോകും? സൂപ്പർവൈസറിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉണ്ട് എന്ന് കൺഫേം ചെയ്യേണ്ടത് സൂപ്പർവൈസർ ആണ്. അപ്പൊ ആ ഒരു ഹൈറാർക്കി ലെവൽ അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ താഴുക. അപ്പൊ കുറച്ചുകൂടി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൂടി നമ്മുടെ സൂപ്പർവൈസർക്ക് ആക്ട് ചെയ്യേണ്ടത്. മറ്റവർക്ക് സൂപ്പറിൻറ്റൻഡന്റിനും അതുപോലെ തന്നെ ഡയറക്ടർക്കും അവർ ഡിറക്ട് ചെയ്താൽ മതി, കോർഡിനേറ്റ് ചെയ്താൽ മതി, നോക്കി കണ്ടാൽ മതി, സൂപ്പർവൈസ് ചെയ്താൽ മതി അല്ലെ? ഇവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ആക്ഷൻസ് കൂടുതലാണ്. മെയിൻറ്റെയിൻ ചെയ്യണം, ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, പേഷ്യൻസുമായിട്ട് നല്ല റിലേഷനിലേക്ക് പോകണം, അതുപോലെ നഴ്സിംഗ് സ്റ്റാഫിന് കോച്ചിങ് കൊടുക്കണം, അവരുടെ എന്താ പറയാ ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യണം, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. കണ്ടോ, കുറെ കാര്യങ്ങളായി. മനസ്സിലായോ? അങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ് നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇൻചാർജ് എന്ന് പറയുന്നത് നഴ്സിംഗ് കെയറിലേക്ക് ഡയറക്റ്റ് ബന്ധമുള്ള ആളാണ്. സ്പെസിഫിക് വാർഡ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള വാർഡുകളോ അല്ലെങ്കിൽ ഫ്ലോറുകളോ അവിടെയൊക്കെ ഒരു ജോലി അസൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ്ലി ഒരു ബന്ധമുള്ള ഒരു ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? നഴ്സിംഗ് ഇൻചാർജിനുള്ളത്. അപ്പൊ എന്തെങ്കിലും പേഷ്യൻസിന് ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്താൽ ആദ്യം എത്തേണ്ടത് നഴ്സിംഗ് ഇൻചാർജാണ്. നഴ്സിംഗ് ഇൻചാർജിന് പറ്റിയില്ല, തന്നെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് ആരിലേക്ക് പോകുക? നഴ്സിംഗ് സൂപ്പർവൈസർ തന്റെ മുകളിലേക്ക്. കണ്ടോ, മുകളിൽ നമ്മൾ പറഞ്ഞ്. അപ്പൊ ആദ്യം ഓടിയെത്തുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും. ആ ഫ്ലോറിൽ അല്ലെങ്കിൽ ആ വാർഡിൽ ആരാണ് ചാർജ് എടുത്തിരിക്കുന്ന നഴ്സ്, അവരാണ് ആദ്യം എത്തേണ്ടത്. ആൻഡ് ഇഫ് ദേ കനോട്ട് ഹാൻഡിൽ, ആ ഒരു പ്രോബ്ലം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹാൻഡഡ് ഓവർ ടു ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, അങ്ങനെയായിരിക്കും അവരുടെ ഡ്യൂട്ടീസ്. സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്, എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും സൂപ്പർവൈസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മെയിൻറ്റെയിൻ ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. കണ്ടോ, ഒരു നല്ല പേഷ്യന്റ് സർവീസിന്റെ ഒരു ലെവല് നല്ല ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇവരാണ്. കാരണം ഏറ്റവും കൂടുതൽ അടുത്ത പേഷ്യൻസിനോട് ബന്ധമുള്ളവര് നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും. പിന്നെ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡ്യൂട്ടി റോസ്റ്റർ ഇവരാ തയ്യാറാക്കുന്നത്. ഇവർ തയ്യാറാക്കിയതാണ് സൂപ്പറിൻറ്റൻഡന്റ് ചെക്ക് ചെയ്യുന്നത്, കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ഇവർ തയ്യാറാക്കണം, അത് സൂപ്പർവൈസർക്ക് റിപ്പോർട്ട് ചെയ്യും വേണം. പിന്നെ വാർഡ് ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ മരുന്നുകളുടെയും നാർക്കോട്ടിക്സിന്റെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും നഴ്സിംഗ് ഇൻചാർജിന്റെ. കാരണം മരുന്നൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാർഡുകളിലൊക്കെ കൊടുക്കുകയും അതൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഇവരാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കണക്കും മറ്റു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോളണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നഴ്സിംഗ് ഇൻചാർജിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നഴ്സിംഗ് സ്റ്റാഫ് നഴ്സ് ആണ്. സ്റ്റാഫ് നഴ്സ് ആരാണ്? അപ്പം ഇവിടെ സ്റ്റാഫ് നഴ്സ് ആണ് ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് നഴ്സിംഗ് ഹെൽത്ത് കെയർ വർക്കിന്റെ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഏറ്റവും ലാർജസ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർജസ്റ്റ് പാർട്ട്, ഏറ്റവും കൂടുതൽ ഭാഗം ഉൾക്കൊള്ളുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. ഓക്കെ, സ്റ്റാഫ് നഴ്സിന് ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി, ഡിപ്ലോമ, ഏതെങ്കിലും നഴ്സിംഗ് പ്രോഗ്രാമിന്റെ ഡിഗ്രിയോ ഡിപ്ലോമയോ കൈവശമുള്ളവരായിരിക്കണം ഈ സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ദ പേഷ്യൻസ്. പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്റ്റാഫ് നഴ്സ് തന്നെയാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് എന്താ? ഓക്കെ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് പേഷ്യന്റുമായിട്ട് ഉണ്ടാക്കേണ്ടത്. മാത്രമല്ല, സിംപത്തറ്റിക് എൻവയറൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യൻസ്, ഫ്രണ്ട്സ്, ഫാമിലീസ്. ഈ ആരോഗ്യകരമല്ലാത്ത സിറ്റുവേഷൻസിൽ പേഷ്യൻസ് വരുമ്പോൾ ഹോസ്പിറ്റൽസിൽ അവർക്ക് ചിലപ്പോ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഒക്കെ കിടക്കുമ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ എന്താ പറയാ വളരെ ഇതായിട്ട് ഫ്രാങ്ക് ആയിട്ട് നഴ്സുമാരോടൊക്കെ പറയും അല്ലെ? അപ്പൊ അവരുടെ ആ ഫീലിങ്സിനോട്, അവരുടെ ആ ഇമോഷൻസിനോട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടോ മെന്റലി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ട ചില ഒരു ആശ്വാസ വാക്കൊക്കെ ആയിരിക്കാം അല്ലെ, അതൊക്കെ ഒന്ന് കൊടുക്കുക. ഫാമിലീസിനും പേഷ്യൻസിനും ഒപ്പം അതിന് ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെയൊക്കെ ഒരു റിലീഫ്, ഒരു ആശ്വാസം കൊടുക്കുന്ന രീതിയിലുള്ള വാക്കുകളോ അല്ലെ, അല്ലെങ്കിൽ ഒരു തലോടലോ ഒരു തട്ടലോ ഒക്കെ ആയിരിക്കാം. അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. സോൾവ് പേഷ്യൻസ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ്. കാരണം ഇതൊക്കെ പേഷ്യൻസിനോട് കറക്റ്റ് അടുത്ത് ബന്ധപ്പെട്ടവരായതുകൊണ്ട്, സ്റ്റാഫ് നഴ്സ് ആയതുകൊണ്ടേ ഇവര് തീർച്ചയായിട്ടും അവരുടെ പ്രോബ്ലംസ് കേൾക്കേണ്ടി വരും. അവരെ സേഫ് ആക്കുന്നതിനും അവരെ ക്ലീൻ, അവരുടെ ആ ചുറ്റുമുള്ള ഭാഗമൊക്കെ എപ്പോഴും എന്താ പറയാ നീറ്റ് ആൻഡ് ക്ലീൻ എൻവയോൺമെന്റ് ആക്കാനും ഒക്കെ റെസ്പോൺസിബിൾ ആയിരിക്കണം സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ, മരുന്നുകൾ കൊടുക്കുന്ന അറേഞ്ച്മെന്റുകളും അതുപോലെ മരുന്നുകൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഇതെല്ലാം സ്റ്റാഫ് നഴ്സ് തന്നെയാണ് നോക്കേണ്ടത്.
പേഷ്യന്റ് കെയർ സർവീസസിന്റെ ചാർട്ടിങ്, ഓരോ വാർഡിലാണെങ്കിലും കുറെ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ഓരോ പേഷ്യൻസിന്റെയും അവർക്ക് കൊടുക്കുന്ന കെയറിങ് എത്ര സമയത്തൊക്കെ പോയി നോക്കി അവരെയൊക്കെ അതിന്റെ ഒരു ചാർട്ട്, ഇന്ന പേഷ്യന്റിന്റെ അടുത്ത് ഇന്ന പേര്, അപ്പൊ ആ പേഷ്യന്റിനെ ഇന്ന സമയത്ത് സന്ദർശിച്ചു, അവർക്ക് വേണ്ട മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചാർട്ട് ചെയ്ത് വെക്കുക. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ. തീർച്ചയായിട്ടും ഓരോ പേഷ്യൻസും വളരെ ഉള്ളിലുള്ള വിഷമങ്ങളായിരിക്കും ചിലപ്പോൾ ഇതിനോട് ഷെയർ ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പോകുന്നവരോട് വരുന്നവരോട് കാണുന്നവരോടൊന്നും പറയണമെന്നില്ല. അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യുക, മനസ്സിൽ അങ്ങനെ സൂക്ഷിക്കുക. അത്തരം കാര്യങ്ങൾ അവര് ഷെയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ പേഷ്യൻസ്, അവരുടെ മനസ്സിലുള്ള വിഷമം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഒരു നഴ്സ് എന്ന രീതിയിൽ അവരെ കെയർ ചെയ്യുന്ന കൂട്ടത്തില് അവർക്ക് ശാരീരികമായ ഒരു ആശ്വാസം കൊടുക്കുന്ന അതോടൊപ്പം തന്നെ മാനസികമായ ഒരു ആശ്വാസം കൂടി കൊടുക്കുക. ബൈ പ്രൊവൈഡിങ് ചിലപ്പോൾ നല്ല വാക്കുകളായിരിക്കാം, ഒരു ചിരിയായിരിക്കാം, ഒരു തട്ടലായിരിക്കാം, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി മാത്രമല്ല മെയിൻറ്റെയിൻ ഇൻവെന്ററി ചെക്കിംഗ്, അവരുടെ മെഡിസിൻസിന്റെ ഒക്കെ സ്റ്റോക്ക് ഒക്കെ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് നടത്താം. സ്റ്റോക്ക് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മെഡിസിൻസിന്റെ മറ്റു കാര്യങ്ങളുടെയൊക്കെ സ്റ്റോക്ക് എടുക്കുക, അതൊക്കെ കാര്യങ്ങളാണ്. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ്, അതായത് എന്താ പറയാ ഈ ഹോസ്പിറ്റൽസിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ടെക്നിക്കൽ പരമായിട്ടുള്ള അറിവ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇവർക്ക് വേണ്ട ചില ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും ഈ സ്റ്റാഫ് നഴ്സിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാം, അതിനുവേണ്ടിയുള്ള ടെക്നിക്കൽ സ്കില്ലൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുക, അതുമൊക്കെ നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അത്രയും അധികം ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ഏറ്റവും അവസാനത്തേതാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എന്താ പറയാ അധികാരമുള്ള അല്ലെങ്കിൽ നഴ്സിംഗ് ലെവലിലെ ഏറ്റവും ബോട്ടം ലെവലിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സിന്റെ താഴെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് സ്റ്റാഫ് നഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന റോളാണ് നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റിനുള്ളത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദേ ഹാവ് ടു ഹെൽപ്പ് ദ പേഷ്യൻസ്. ഈ പേഷ്യൻസിനെ നേരിട്ട് കെയറിങ് കൊടുക്കുന്നത് സ്റ്റാഫ് നഴ്സാണ്. പക്ഷെ ആ സ്റ്റാഫ് നഴ്സുകൾ അങ്ങനെ നേരിട്ട് കെയർ ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യില്ല. ചില കാര്യങ്ങളൊക്കെ ഇവരുടെ നഴ്സിംഗ് അസിസ്റ്റന്റിനെയാണ് ഇവരെ ഏൽപ്പിക്കുക. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ബേസിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ നീഡ്സിന് ആര് ഹെൽപ്പ് ചെയ്യണം? നഴ്സിംഗ് അസിസ്റ്റന്റ് ഹെൽപ്പ് ചെയ്യണം അല്ലെ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ബാത്റൂമിൽ പോകാൻ സഹായിക്കുക അല്ലെ, അപ്പൊ അതുപോലെ തന്നെ ഇവരെ ക്ലീൻ ചെയ്യുക, എന്താ പറയാ കുളിപ്പിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം അത് ചെയ്യുക. അതൊന്നും നമ്മുടെ സ്റ്റാഫ് നഴ്സ് ചെയ്യില്ല. അവരോടാണ് അല്ലെങ്കിൽ അവരാണ് ഇതിന്റെ റെസ്പോൺസിബിൾ. ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം? നഴ്സിംഗ് അസിസ്റ്റന്റ്. ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരിക്കും ഇതെല്ലാം ചെയ്യുക. പേഷ്യൻസിന്റെ ഹൈജീനിക് ആയിട്ട് അവരുടെ ബെഡൊക്കെ ചേഞ്ച് ചെയ്യും, ഇടയ്ക്കിടയ്ക്കൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. Turn, reposition and move patients between the wheelchairs, seats and beds. ചിലപ്പോഴൊക്കെ ചില പേഷ്യൻസിനെ തിരിച്ചു കിടത്തേണ്ടി വരും, എന്താ പറയാ ബെഡിൽ തന്നെ ചാരി ഇരിക്കേണ്ടി വരും, വീൽ ചെയർസിലേക്ക് മാറ്റേണ്ടി വരും. എവിടെയൊക്കെയാണോ അങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടത് നഴ്സിംഗ് അസിസ്റ്റന്റ് തന്നെയാണ്. സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ദെയർ ഫുഡ്. അവർക്ക് കൊണ്ടുവന്ന ഇപ്പൊ ചില പേഷ്യൻസ് ഒക്കെ തീരെ ഫുഡൊക്കെ അവർക്ക് പോയിട്ടൊക്കെ എടുത്തു കഴിക്കാനൊന്നും പറ്റില്ലാതെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോ ബൈസ്റ്റാൻഡേഴ്സും ആരും ഇല്ലാത്ത പേഷ്യൻസും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഫുഡ് എടുത്ത് സെർവ് ചെയ്ത് കൊടുക്കാത്തതല്ല, ചിലപ്പോൾ എടുത്ത് കഴിപ്പിക്കാൻ കൂടിയൊക്കെ വേണ്ടി വരും. അതും നഴ്സിംഗ് അസിസ്റ്റന്റ് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ മെഷർ വൈറ്റൽ സയൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. RN രജിസ്റ്റേർഡ് നഴ്സ് അല്ലെ. അതായത് ഈ പേഷ്യൻസിന്റെ ചിലപ്പോൾ ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻസിന്റെ എന്ത് ചെയ്യണം? നേഴ്സ് അല്ല, രജിസ്റ്റേർഡ് നഴ്സിനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, വൈറ്റൽ സയൻസ് അറിയാലോ അല്ലെ. TPR ആണ് വൈറ്റൽ സയൻസ്. ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കി, റെസ്പിറേറ്ററി അതായത് റെസ്പിറേഷൻ ഒക്കെ ശ്വാസത്തിന്റെ ഗതിയൊക്കെ അങ്ങനെയൊക്കെ നോക്കി അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള വല്ല കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് രജിസ്റ്റേർഡ് നഴ്സിനെ എന്ത് ചെയ്യുക, അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നഴ്സിംഗ് എന്താ പറയാ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാനുള്ളൂ. ഐ തിങ്ക് സിമ്പിൾ ആണ്. നിങ്ങൾ വലിയതാണെന്ന് ഇങ്ങനെ ഭയങ്കര ഇതാണെന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ ആ ഒരു ലെവലിലേക്ക് നിന്നൊന്ന് ആലോചിച്ച് നോക്കി ചിന്തിക്കുക. ഓരോ ലെവലുകൾ ഹൈറാർക്കി, ദാറ്റ് മീൻസ് ആ അധികാര ശ്രേണിയുടെ ആ ഒരു ഫ്ലോ നോക്കിയിട്ട് ആണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു പഠിക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പൊ ഫ്ലോ ഒന്ന് ആലോചിക്കുക. ഏറ്റവും ടോപ്പിൽ ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതിന്റെ തൊട്ട് താഴെ നഴ്സിംഗ് സൂപ്പറണ്ടന്റ് ഉണ്ട്, ദാറ്റ് മീൻസ് നഴ്സിംഗ് സൂപ്പറണ്ട് ആണ്. ദെൻ സൂപ്പർവൈസർ, then in charge, പിന്നെ സ്റ്റാഫ് നഴ്സ് ആൻഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഒരു ഫ്ലോ അങ്ങനെയാണ്.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ആരോ അവിടെ മുട്ടുന്നുണ്ട്, നോക്കട്ടെ എന്താ നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളുടെ ചാപ്റ്റർ സിമ്പിൾ ആണ്. നമ്മൾ അത്ര വലിയ ഇതാന്ന് വിചാരിക്കും, ഇതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അല്ലെ? സിമ്പിൾ ആയില്ലേ? ക്ലിയർ ആയില്ലേ ഇപ്പൊ എല്ലാവർക്കും? ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മള് എടുത്തേക്കുന്ന ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലും അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജി, 2 ചാപ്റ്റർ ഞാൻ എടുത്തേക്കണേ. വളരെ എന്താ പറയാ, 2 ചാപ്റ്റർ, ആകെ കുറച്ച് ചാപ്റ്ററുകൾ, ബിക്കോസ് 2 കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നതുകൊണ്ട് എനിക്ക് അത്രയും സമയം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു ദിവസമല്ലേ ആഴ്ചയിൽ കാണുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ചാപ്റ്റർ കുറവായിരുന്നു. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, നമ്മളിത് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ ഒരു കോഴ്സ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ പഠിക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ അയ്യോ 6 മാസത്തെ കോഴ്സ് അല്ലല്ലോ, ടീച്ചർ എന്തിനാ എത്ര കഷ്ടപ്പാടെന്ന് പറയണേ. പക്ഷെ ചിലർക്ക് അതൊരു കഷ്ടപ്പാടാണ്. ബിക്കോസ് നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്, വേറെ എന്തെങ്കിലും വർക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട് അല്ലെ. നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്ന ചില ആളുകൾക്കുണ്ട്. എന്ന് വെച്ചാൽ അവര് ഇങ്ങനെ പഠിക്കുന്നതിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത അങ്ങനെ പഠിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഇത്തരം എന്താ പറയാ സർക്കംസ്റ്റാൻസസിലും നമുക്ക് പഠിക്കാനുള്ള ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ഈ ഒരു കോഴ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണം എന്നുള്ള രീതിയിൽ പഠിക്കുക. എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊരാൾ ചോദിക്കാൻ ഇടവരരുത് അല്ലെ. ഇത് ആരാ നിങ്ങൾ പഠിപ്പിച്ചിട്ട്? നമ്മൾ ചില കുട്ടികളോടൊക്കെ ചോദിക്കുക ചിലപ്പോഴൊക്കെ, നിങ്ങൾക്ക് ഇത് ആരാ പഠിപ്പിച്ചാൽ, ഇത് ഇങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചു വിട്ടേക്കണേ എന്നൊക്കെ വെറുതെ ഒന്നും ചോദിക്കും. പക്ഷെ ശരിക്കും ആ ചോദ്യം ശരിക്കും വളരെ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം എന്താ, അവർ പഠിപ്പിക്കാഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോ, നമ്മൾ പഠിക്കാഞ്ഞിട്ടാ. പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കില്ല. അല്ലെ, നിങ്ങൾ പഠിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങൾ ഇതൊക്കെ ആരാ പഠിപ്പിച്ചു വിട്ടേന്ന് കൂടി ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അറിവുള്ളവരാണ്. ഈ ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ എക്സ്പ്ലനേഷൻസ് നമ്മൾ ഇടയ്ക്കും സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചുകൊണ്ടും ഇരിക്കുക കേട്ടോ. പഠിക്കുക എക്സാമിന് വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം നമ്മൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക. ബിക്കോസ് അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇത് ഇന്നതാണ്, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് നഴ്സിംഗ് ഇൻചാർജ് ഇതാണ്, അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർ ഇതാണ്, ഇതൊക്കെ നമ്മൾ ആ ഹൈറാർക്കി ഒക്കെ കൃത്യമായി കേട്ടതാ പറഞ്ഞത്. അപ്പൊ ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഇന്നതാണ്, ഡ്യൂട്ടി റോസ്റ്റർ ഇന്ന ആൾക്കാർ തയ്യാറാക്കുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പൊ അവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതായിട്ട് വേണം. എന്നാലല്ലേ നമുക്ക് അതൊക്കെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സിമ്പിൾ ആയല്ലോ. ഐ തിങ്ക് ഇനിയിപ്പോ രമ്യ മിസ് വന്നിട്ട് കാര്യമുണ്ടോ? ഒരു 10-12 മിനിറ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിടാം. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ടീച്ചർ വേറെ ആരെങ്കിലും, അടുത്ത ക്ലാസ് ആരാരും ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ടീച്ചറിന്റെ ക്ലാസ് ആണോ? ട്രീസ മിസ്സിന്റെ ആണ്. ട്രീസ മിസ് ക്ലാസ്സിൽ വരുമ്പോ ആ സമയത്ത് വരുള്ളൂ. ബിക്കോസ് ടീച്ചർ ഓൾറെഡി വേറെ ക്ലാസ്സിലാണ്. അപ്പൊ ടീച്ചർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തരാനുണ്ടെങ്കിൽ വന്ന് തന്നോട്ടെ, ഞാൻ ഒന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പോകരുതാനും. ഈ റെക്കോർഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എക്സാം ഉണ്ടത്, എന്ത് എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മിസ്സിനെ വിടാം, രമ്യ മിസ്. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ രമ്യ മിസ്സിനെ വിടാം. അപ്പൊ ഈ റെക്കോർഡ് ഞാൻ ഓഫ് ചെയ്തില്ല, ആരും പോകരുത്. ഓക്കെ, പോകുന്നതിന് മുമ്പ് അപ്പൊ ചിലപ്പോൾ നമുക്ക് എക്സാമിന് മുമ്പ് കാണാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വെൽ പ്രിപ്പയർഡ് ആകുക, എക്സാംസിന് വേണ്ടി വരിക, നല്ല രീതിയിൽ എക്സാംസ് എഴുതുക കേട്ടോ. ഇതൊരു മോഡലാണ്. അപ്പൊ നമ്മള് എക്സാം എങ്ങനെയാണെന്നും എങ്ങനെയൊക്കെ എഴുതണമെന്നൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടും. സോ വെൽ പ്രിപ്പയർഡ് ഫോർ ദ എക്സാം. ഓൾ ദ ബെസ്റ്റ് വൺസ് അഗൈൻ. താങ്ക് യു.
Good morning. അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നല്ലേ? അതിന്റെ ബാക്കിയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 10 മിനിറ്റോളം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആംബുലൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മള് ഇതാണ് മോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് സർവീസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് ഡാഷ് ക്രൂ മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സ് വേണമെന്നാ പറഞ്ഞേ? അറ്റ്ലീസ്റ്റ് വേണം. ഓക്കെ ഓക്കെ 2 1 2 5 7. അതായത് ഓപ്ഷൻ എത്ര പേര് വേണം? 2 ക്രൂ മെമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is oncology? Options വായിക്കാം. Study of blood, study of cancer, study of human nerve system, none of the above. Okay, very good. ശരിയാണ്. Study of cancer. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. Okay, study of cancer. Next question. Which organ purify our blood? Which organ purify our blood? Liver, heart, kidneys, brain. Okay, kidney. Okay, very good. Kidney. Next, dialysis another question ആണ്. People who receive AV graft will be ready in dash. AV graft ആണ്. ശ്രദ്ധിക്കാം. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. 2 to 3 days, 2 to 3 weeks, 6 to 7 months, after 9 months. Receive. People who receive AV graft will be ready in. എത്ര നാൾ വേണം AV graft ചെയ്ത് അത് ഹീൽ ചെയ്യാനായിട്ട്? അത് 2 to 3 weeks. Okay, very good. ഓപ്ഷൻ ബി ആട്ടോ. 2 to 3 week. ആഴ്ചകളാണ്. 2 or 3 ആഴ്ചകൾ കൊണ്ട് നമുക്ക് AV ഗ്രാഫ്റ്റ് ചെയ്ത് ഹീലോൺ അതിന്റെ മുറിവ് ഉണങ്ങി അതിൽ കൂടെ ട്രാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 to 3 weeks. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലഡ് ബാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സയന്റിഫിക് നെയിം ഓഫ് WBC. ഓപ്ഷൻ എ ലൂക്കോസൈറ്റ്സ്, ഓപ്ഷൻ ബി ത്രോംബോസൈറ്റ്സ്, ഓപ്ഷൻ സി എറിത്രോസൈറ്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഏതായിരുന്നു WBCയുടെ സയന്റിഫിക് നെയിം? സയന്റിഫിക് നെയിം കൂടെ നോക്കണം കേട്ടോ. 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൂക്കോസൈറ്റ്. ഓപ്ഷൻ എ ആണ്. എന്ന് എഴുതിയാലും മതി കേട്ടോ, സമയം കളയണ്ട. സയന്റിഫിക് നെയിം ഓഫ് WBC ലൂക്കോസൈറ്റ്സ്. ഓക്കെ, അറിയില്ലാത്തവര് ഇതിന്റെ ഒപ്പം ഒന്നും പഠിച്ചു പോകുക കേട്ടോ. ലൂക്കോസൈറ്റ്സ് അതാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വേഗം 10 മിനിറ്റ് ആണെങ്കിലും കയറിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The process of transferring blood from one person to another is called dash. Transfer ചെയ്യുന്നതിന് എന്താ പറയാ? Process of blood transfusion. Okay, very good. Transfusion. അതിന്റെ ഓപ്ഷൻസ് transmission, transplantation, transfusion, none of the above. Okay, transfusion ആണ്. അതിനകത്ത് തന്നെയുണ്ട് transferring blood from one person to another, transfusion. എല്ലാവരും മിടുക്കരാണല്ലോ. എല്ലാ ആൻസറും ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. എന്നിട്ടാണോ നിങ്ങൾക്ക് എക്സാമിന് ടെൻഷൻ ആണെന്ന് പറഞ്ഞേ? എല്ലാവരും മെസ്സേജ് ചെയ്യേണ്ട കറക്റ്റ് ആൻസർ മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CSSD? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അറിയാലോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് അറിയാം. ഓക്കെ, ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ CSSD ഡിപ്പാർട്ട്മെന്റ്? How many functional area? 3. Option A 3, 4, 9, 6. Option B 6. അല്ലെ? എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട്? 6 ഫങ്ഷണൽ ഏരിയ. അതിന്റെ ഓർഡറും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് തന്നെ നോക്കി വെക്കണം കേട്ടോ. ഓരോന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നോക്കുക. ഹൗ മെനി ഫങ്ഷണൽ ഏരിയ? 6 ഫങ്ഷണൽ ഏരിയാസ്. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Private mortuary is a part of dash. Hospital, funeral homes, care homes, palliative care unit. ഏതാണ് funeral homes അല്ലെ? Funeral homes ആണ് ഇതിന്റെ ആൻസർ. Private mortuary is a part of funeral homes. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഇതിനകത്തുനിന്നാണ് ഫാർമസി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ഒരു അത് പറഞ്ഞപ്പോഴാണോ ഓർത്തെ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യണവരാണോ? ചെയ്യാറുണ്ടോ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ? അതില് ഫാർമസി എന്നൊരു ക്വസ്റ്റ്യൻ 13 ബാച്ചിലെ കുട്ടികൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ചെക്ക് ചെയ്തത്. അതിലൊരു ചെറിയൊരു കൺഫ്യൂസ്ഡ് ഉണ്ടെന്ന് പറഞ്ഞു അവര്. അതായത് ഫാർമസിയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തപ്പോ ഡൗട്ട് തോന്നിയാറോ? ഇവിടെ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓപ്ഷനിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്യാതെ ഉണ്ടാവില്ല അടുത്ത ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റില് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. കഴിഞ്ഞ ദിവസം 13 കുട്ടികൾ ആണ് പറഞ്ഞത് മിസ് ചെയ്യാതെ ഒരു സംശയം ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് ഇപ്പോഴും ശ്രദ്ധിച്ചതാണ്. അതൊന്ന് നോക്കി ശ്രദ്ധിച്ചേ. അതിനകത്ത് ഓപ്ഷൻസിൽ നമ്മള് ഏതാ സെക്കൻഡ് ഫ്ലോറിനോ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ? അങ്ങനെ 4 ഓപ്ഷനൊക്കെ എടുത്തായിരുന്നേ. അതിലൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. മോർച്ചറിയുടെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫാർമസി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ഫ്ലോർ. നമ്മൾ എന്താ പഠിച്ചേ? ഗ്രൗണ്ട് ഫ്ലോർ ഓർ ഫസ്റ്റ് ഫ്ലോർ എന്നാ പഠിച്ചേ അല്ലെ? അപ്പൊ രണ്ടും ഉണ്ടെങ്കിലും ഓപ്ഷൻ ബോത്ത് ആ നമ്പർ രണ്ടും നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം കേട്ടോ. അപ്പൊ അതിനകത്ത് ഏതാണ് ഓപ്ഷൻസ് അതിവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വന്നത് കറക്റ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ്. അതായത് നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ലൊക്കേഷൻ ചോദിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഫസ്റ്റ് ഫ്ലോർ. ഇനി നമ്മുടെ ഓപ്ഷൻസിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഏതാ നമ്പർ എന്ന് വെച്ചാൽ ബോത്ത് എ ആൻഡ് ബി ആണോ, ബോത്ത് ബി ആൻഡ് സി ആണോ, അത് ഏതാന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്തോളാം. നമ്മുടെ നോട്ടിലുണ്ട്, കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. അപ്പൊ രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ രണ്ടും നമ്മുടെ ആൻസറിൽ നിങ്ങളുടെ ഓപ്ഷനിൽ രണ്ടെണ്ണം ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ചേർത്തുള്ള ആൻസർ എഴുതാം കേട്ടോ. ഇനി ഫസ്റ്റ് ഫ്ലോർ മാത്രം അതിനകത്ത് ആൻസർ കിടക്കുന്നെങ്കിൽ അത് എഴുതാം. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് തന്നിട്ടുള്ളെങ്കിൽ അതെടുത്ത് എഴുതാം. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കൂടി വന്ന ആൻസർ സെലക്ട് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഫാർമസി ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ. അപ്പൊ അതിലേത് എഴുതാം നമുക്ക് ആൻസർ? ഇതാണ് എ എഴുതാം അല്ലെ? ഫസ്റ്റ് ഫ്ലോറിന് എഴുതാം. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് ഫ്ലോർ. ഇനി നെക്സ്റ്റ് വൺ, ഡാഷ് സ്റ്റോർഡ് ഇൻ എ സെക്യൂർ പ്ലേസ്. ഡാഷ് സ്റ്റോർഡ് ഇൻ എ സെക്യൂർ പ്ലേസ്. മെഡിസിൻ, സിറിഞ്ചസ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്, ഇൻസുലിൻ. നമ്മൾ പഠിച്ചതില് ഇതൊക്കെ സുരക്ഷിതമായി വെക്കണം. എങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഡാഷ് സ്റ്റോർഡ് ഇൻ എ സെക്യൂർ പ്ലേസ്. അപ്പൊ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കാം. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് സെക്യൂർ പ്ലേസിൽ വെക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആൻസർ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തെടുത്ത സെക്ഷനിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഫാർമസീസ് നീഡഡ് ഇൻ എ ഹോസ്പിറ്റൽ വിത്ത് അപ് ടു 500 ബെഡ്സ്. ശ്രദ്ധിക്കുക, അപ് ടു 500 ബെഡ്സ്. അത്രയും ഉള്ള ഹോസ്പിറ്റലിൽ നമുക്ക് എത്ര ഫാർമസിസ്റ്റ് വേണം? ആൻസർ ഓപ്ഷൻ 1 ഇവിടെ വന്നു കഴിഞ്ഞു. നോക്കി എത്രയാണ്? 10. ഓപ്ഷൻ എ 10, 15, 20, 18. എത്രയാ? 50. അപ് ടു 500 ബെഡ്സ് എന്നാ ചോദിച്ചേക്കണേ. 50 ഫാർമസിസ്റ്റ്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ആ റേഞ്ചുകൾ എല്ലാവരും ഒന്ന് നോക്കി വെച്ചേക്കാം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് PHA3യുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതില് നമ്മൾ മിക്കതിലും ഇതിൽ ഏതെങ്കിലും ചോദിക്കാറുണ്ട്. സെക്ഷൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് നോക്കാം. ഇവിടെ അപ് ടു 500 ബെഡ്സ് വരെയാണ് പറഞ്ഞേക്കുന്നത്. എത്ര ഫാർമസിസ്റ്റ് വേണം? 50 ഫാർമസിസ്റ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാർമസി?
Who is the head of the pharmacy? Option തരാം. ചീഫ് ഫാർമസിസ്റ്റ്, ഡയറക്ടർ, നേഴ്സിംഗ് സൂപ്രണ്ട്, ഡോക്ടർ. ആരാണ് ഡയറക്ടർ? ഏറ്റവും ആ ഫ്ലോ ചാർട്ടില് നമ്മൾ ഏറ്റവും ടോപ്പില് വന്നതാരാ? ഡയറക്ടർ. ഓക്കെ, ഹെഡ് ആണ് ഫാർമസിയുടെ ഹെഡ്, ഡയറക്ടർ ആണ്. ഓക്കെ, ഡയറക്ടർ. പിന്നെ അടുത്തത് നോക്കിയേ, നെക്സ്റ്റ് ഫാർമസി തന്നെ ക്വസ്റ്റ്യൻ ആണ്. Who gave teaching and training of pharmacist? Teaching and training of pharmacist. Doctor. Option A doctor, option B nurse, option C drug and therapeutic committee, then option D chief pharmacist. ആരാണ്? ഫാർമസിസ്റ്റിന് ടീച്ചിങ് ട്രെയിനിങ് കൊടുക്കുന്നത് ആരാ? ഫാർമസിസ്റ്റിന് കൊടുക്കുന്നത് കൺഫ്യൂസ്ഡ് ആയോ? എന്താ ക്വസ്റ്റ്യൻ? ഫാർമസിസ്റ്റിന് ടീച്ചിങ് ട്രെയിനിങ് കൊടുക്കുന്ന ആര്? ചീഫ് ഫാർമസിസ്റ്റ്. അവരുടെ ഹെഡ് ചീഫ് ഫാർമസിസ്റ്റ് ആണ് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഹു ഗിവ് ടീച്ചിങ് ചീഫ് ഫാർമസിസ്റ്റ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഹു ഗിവ് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ഒന്നുമില്ല, ഫാർമസിസ്റ്റിന് ട്രെയിനിങ് ടീച്ചിങ് കൊടുക്കുന്ന ആരാ? അവരുടെ കുറച്ചും കൂടി ടോപ്പിലുള്ള ആള് ചീഫ് ഫാർമസിസ്റ്റ്. ഇനി ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റ്, ചീഫ് ഫാർമസിസ്റ്റ്. പിന്നെ അടുത്തത് ഞാനിത് ഏകദേശം അതിൽ നിന്നൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് എഴുതിയതാണ് കേട്ടോ ക്വസ്റ്റ്യൻസ്. നമുക്ക് ആ ഒരു ചാപ്റ്റർ വൈസ് തന്നെ നോക്കി പോവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ഒരെണ്ണം കൂടി അതിനകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഫാർമസിന്ന് ചോദിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ചെക്ക്ഡ് ബിഫോർ മേക്കിംഗ് ഇൻഡന്റ്? ഇൻഡന്റ് തയ്യാറാക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങള്. അതിനകത്ത് ഓപ്ഷൻ എയില് പേഷ്യന്റ് ID നമ്പർ, then ഓപ്ഷൻ ബിയില് പേഷ്യന്റ് ബെഡ് നമ്പർ, then ഓപ്ഷൻ സിയില് patient name, then option D all of the above. എല്ലാരും വരുന്നുണ്ട് അല്ലെ? എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ തന്നെയാ ക്വസ്റ്റ്യൻ വന്നേക്കണേ. പേഷ്യന്റിന്റെ ID നമ്പർ ചെക്ക് ചെയ്യും, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ ചെക്ക് ചെയ്യും, പേഷ്യന്റിന്റെ നെയിമും ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാവരും വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. Which of the following registers or records are kept in a pharmacy? ഫാർമസിയിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സുകൾ ഏതൊക്കെയാണെന്ന്. സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ടാവും, ഉണ്ടാവും. നോക്കിയോ, സ്റ്റോക്ക് ലെഡ്ജർ, ഇൻഡെക്സ് രജിസ്റ്റർ, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, then ഓപ്ഷൻ ബി all of the above. അല്ലെ? എല്ലാം വന്നില്ലേ? സ്റ്റോക്ക് ലെഡ്ജർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട്, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. 3 ഫാർമസിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന റെക്കോർഡാണ്. അത് ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഒരു ലബോറട്ടറിയുടെ ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞോട്ടെ. അപ്പോ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ? ഒരു 2-3 മിനിറ്റ് കൂടി ഇരിക്കുന്നതിന്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതും കൂടി നോക്കാം. ഇനി ലബോറട്ടറിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം പറയാം. ഓക്കെ, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ചൂസ് ഓൾ വൺ ഔട്ട്. ചൂസ് ഓൾ വൺ ഔട്ട്. പിന്നെ കുറച്ച് തന്നെ എല്ലാത്തിലും ഒറ്റയായത് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയോട്ടോ, നമ്മുടെ ആ ടേബിൾ നമ്മൾ നോട്ട് ചെയ്തിട്ടില്ലേ ലബോറട്ടറിയില്? ഓഡ് 1 ആണ് എഴുതേണ്ടത്. ലബോറട്ടറിയിലെ ആ ടേബിള് 3 ബോക്സ്, അതിൽ നിന്നൊരു ക്വസ്റ്റ്യനാ. ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, ഹിസ്റ്റോപത്തോളജി. ഇതിലേത് ഒറ്റയായിട്ട് നിൽക്കണ ആരാ അവിടെ? വെരി ഗുഡ്, ഓപ്ഷൻ ഡി ആണല്ലേ. ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി ഇതെല്ലാം ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വന്നതാണ്. എന്നാൽ ഹിസ്റ്റോപത്തോളജി ഏതിലാണ്? ക്ലിനിക്കൽ പത്തോളജിയിൽ വന്നതാ. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ആ ബോക്സിൽ നിന്ന്. അപ്പൊ ആ രീതിക്കും ക്ലിനിക്കൽ പത്തോളജിയിൽ വന്ന ഏതാണ്, ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വന്ന ഏതാണ്, ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വന്ന ഏതാണ്, ആ 3 ടേബിളും ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് അവിടെ ചോദിച്ചത്. അതിന് MLS. MLS സ്റ്റാൻഡ്സ് ഫോർ, ഞാൻ ഓപ്ഷൻ വായിക്കാം. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, medical legal studies, then option C multiple listening service, then option D none of the above. വേറെ ഓപ്ഷൻ കേൾക്കണ്ട അല്ലെ? ഓപ്ഷൻ എ തന്നെ ആയിരുന്നു കറക്റ്റ്, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഓക്കെ, എക്സ്പാൻഡഡ് ഫോം ആണ് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഓക്കെ, അടുത്തത്
In which level of the laboratory receives sample of more than 401 to 1000 patient per day? ആ നമ്മൾ ആ സൈസ് പഠിച്ചില്ലേ? സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ് ഒക്കെ. വെരി ഗുഡ്. ലാർജ് സൈസിലാട്ടോ. അതിന് ആ റേഞ്ച് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാ വന്നേന്നുള്ളത്. ഓക്കെ, ആ റേഞ്ചുകൾ ഒന്ന് നോക്കി വെക്കാം. അപ്പൊ അതിനകത്ത് സാമ്പിൾ ഓഫ് മോർ ദാൻ 401 to 1000 ആ റേഞ്ചിൽ വന്നത് ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലാണ്. ലാർജ് സൈസ്ഡ്. ഓക്കെ, ഇനി അടുത്തത് അതിനൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിളുകളില്ലേ, അതിനിപ്പോ ഞാൻ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ കാണിച്ചത് ഈ സിമ്പിൾ ആയിരുന്നു കേട്ടോ ചോദിച്ചായിരുന്നത്. ഇവിടെ ഈ സിമ്പിൾ ഏതാ? സിമ്പിൾ ഏതാ? ദിസ് സിമ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ടു ഇൻഡിക്കേറ്റ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത്. ഇൻഫ്ലേമബിൾ, റേഡിയേഷൻ ഹസാർഡ്, പോയിസൺ, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, റേഡിയേഷൻ ഹസാർഡ്. അപ്പൊ ഈ സിമ്പിളുകളും നമ്മുടെ ഈ സാധനം ഇതൊന്ന് നോക്കി വെച്ചെടുക്കുക കേട്ടോ. റേഡിയേഷൻ ഹസാർഡ് ആണ്. റേഡിയേഷൻ ഹസാർഡ്. ഓക്കെ, അപ്പൊ അത്രയും ആണ്. ഓൾമോസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോ എല്ലാ ചാപ്റ്ററിനോടാണെങ്കിൽ പോലെ കുറച്ച് കിട്ടിയോ? എല്ലാ ചാപ്റ്ററും നമ്മളൊന്ന് കവർ ചെയ്ത് പോന്നിട്ടുണ്ട്. മൊഡ്യൂള് നിങ്ങൾക്ക് എക്സാമിന്റെ ഇത് ഇപ്പൊ അടുത്ത് തന്നെ ഇടും കേട്ടോ. ഡേറ്റ് ഇടും. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇൻഫർമേഷൻ ആയിട്ടില്ല. അപ്പോ അടുത്ത് തന്നെ ഉണ്ടാവും. എന്നാലും ഡേറ്റ് കിട്ടാൻ ആരും വെയിറ്റ് ചെയ്തിരിക്കണ്ട കേട്ടോ. നിങ്ങള് സമയം കിട്ടണതിന്റെ അനുസരിച്ച് ഇപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് പിള്ളേർക്കൊന്നും സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അപ്പൊ ആ സമയമൊക്കെ നിങ്ങൾ പഠിക്കാം. ഇപ്പൊ തേഴ്സ്ഡേ ആയി, ഇനിയിപ്പോ ഫ്രൈഡേ, സാറ്റർഡേ സ്റ്റഡി ലീവ് ഉണ്ടാകും. എത്ര ദിവസം ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇന്നോ നാളെ വെച്ച് നിങ്ങൾ അറിയിക്കും കേട്ടോ. ഇപ്പൊ നാളെയും കൂടി അല്ലേ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. നാളെയും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മറ്റേ ആ ഫാർമസിയുടെ ഇത് മാറിപ്പോയത് കേട്ടോ. നമ്മൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്തേക്കുന്ന അത് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി ചേർത്തോട്ടുള്ളത് എഴുതാം കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ഓർ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് എഴുതാം. ഇനി ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഓപ്ഷനിലുണ്ടെങ്കിൽ അത് എഴുതാം. ഫസ്റ്റ് ഫ്ലോർ മാത്രമാണ് ഉള്ളെങ്കിൽ അത് എഴുതാം. രണ്ടും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി ഉള്ള ഓപ്ഷൻ എഴുതാം. ഓക്കെ, അപ്പോ എന്താ പറയാ, ഒരുവിധ ചാപ്റ്റർ ഒക്കെ നമ്മൾ ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് എല്ലാ ചാപ്റ്റർ വൈസ് ഒക്കെ ഇരുന്നൊന്ന് നോക്കി പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലാസ് വൈകിട്ട് ചെയ്തോട്ടെ. ഇത്ര നേരം ഇരുന്നതിന് താങ്ക് യു കേട്ടോ. ഞാൻ അതൊന്നും നമ്മൾ തീർക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കയറില്ലായിരുന്നു. 10 മിനിറ്റ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ്. മാമ പറഞ്ഞു കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങി കയറിപ്പോന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം വന്നതാണ്. എന്നാൽ നിങ്ങൾക്കൊരു 5-6 കൂടി പറഞ്ഞു തരാനോ ക്വസ്റ്റ്യൻസ് എന്ന് വിചാരിച്ചത്. ഓക്കെ, ബാക്കി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇവിടേക്ക് കോൺടാക്ട് ചെയ്യുക. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ കിട്ടുന്ന സമയം അനുസരിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, അത് ഇവിടെ നിന്നെല്ലാം എക്സാം സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇട്ട് തരും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത ദിവസം തന്നെ അവിടെ എന്താ ഡേറ്റ് ഇന്നോ നാളെയോ മറ്റ് വരേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ, എക്സാമിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനും അതിന്റെ ഒപ്പം ഉണ്ടാകും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പൊ നാളെ എന്തായാലും മിസ് ആരെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് നാളെ ആരാണ് ഫ്രൈഡേ ആരൊക്കെ കയറുന്നേ? ഷീസമ്മമാണോ? ഷീസമ്മമാണോ നാളെ? ആതിര മിസ്സും കയറുക. ജോബ് സാർ അല്ലേ? ജോബ് സാറും പിന്നെ ആരാണ്? ജോബ് സാറും പിന്നെ ആരായിരുന്നു? ആതിരയായിരിക്കും അല്ലെ? ആതിര മിസ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഡേറ്റ് വരികയാണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ തരാം കേട്ടോ. ഓക്കെ, എന്നാ ക്ലാസ് എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ പറയാണ്, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ പഠിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമിന്. നിങ്ങൾ മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കുക, പ്രാർത്ഥിക്കുക. അതുകൂടി വേണം കേട്ടോ. എല്ലാവരും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പഠിച്ചതൊക്കെ നല്ല ഓർത്ത് നല്ല കറക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടി വേണമല്ലോ നമുക്ക്, അല്ലെ? കുറെ പഠിച്ചു എന്ന് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചും കൂടി എക്സാം എഴുതാട്ടോ. ഓക്കെ, ബൈ. നമുക്കിനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നിങ്ങൾ പറയും മിസ്സേ നല്ല എളുപ്പമായിരുന്നു എന്ന് പറയും. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ.